ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയായിരിക്കണം. കറക്റ്റ്. ഇന്ന് വാലൻറ്റൈൻസ് ഡേ, എൻ്റെ പാർട്ട്ണർ ഇന്ന് ഫ്ലവറുമായിട്ട് വരണം. സോ നമ്മൾ ഡിപ്രഷനിൽ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലക്ഷറിയസ് ചോയ്സ് എന്ന് പറയും. അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയണതല്ല. ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് അന്ന് വൈകുന്നേരം അന്നന്നത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ അരി വെക്കാൻ പറ്റില്ല. അവർക്കൊന്നും ഡിപ്രഷൻ വരാനുള്ള ചോയ്സ് ഇല്ല. കാരണം ദേ കാൻറ്റ് അഫോർഡ് ഇറ്റ്. ടോക്സിക് പേരൻറ്റിങ്ങിൽ ഇതിനകത്ത് ചോദിച്ച 2-3 സബ്ജക്റ്റ് അഗെയിൻ ബൗണ്ടറി വരയ്ക്കേണ്ടത്. ടോക്സിക് പേരൻറ്റിങ് അല്ലെങ്കിലും ടോക്സിക് പേരൻസ് അല്ലെങ്കിലും സാധാരണ പേരൻസ് ആണെങ്കിലും ബൗണ്ടറി ഇസ് എ ബൗണ്ടറി അല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്ത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ട്രെയിൻ യുവർ ചൈൽഡ് ടു ഫേസ് ദ വേൾഡ്. വാട്ട് ഈസ് യുവർ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ഡോഗ്സ്? ഡോഗ്സ് ആർ ഡേഞ്ചറസ്. ഡോഗ്സിന് ഇഷ്ടമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഡോഗിൻ്റെ അടുത്ത് ബിഹേവിയർ വരുന്നത് ഹഗ് ചെയ്യണമായിരിക്കും. ട്രോമ പലതരത്തിൽ വരും. ബോഡി ഷേമിങ്ങിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന സോ കോൾഡ് ബോഡി ഷേമിങ്, പണ്ടത് ബോഡി ഷേമിങ് എന്ന് അറിയാൻ കൂടി ഉണ്ടാവില്ലായിരുന്നായിരിക്കും. Hi everyone, this is me Kirti and welcome to my show NVM. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ we are starting on a very special day. Today is a Women's Day and I thought let's celebrate it with all of you. അപ്പം ഇന്ന് on my episode I have a very special person, Miss Nisha Menon, who is the co-founder of Prana Wellness Center and also a clinical hypnotherapist. ഞാൻ വിചാരിച്ചു വിമൻസ് ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാതെ എങ്ങനെ ഒരു വിമൻസ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദ ഷോ മിസ് നിഷ. മാം, വെൽക്കം ടു മൈ ഷോ. ഞാൻ വിടമാട്ടെ. താങ്ക് യു കീർത്തി. ഷോർട്ട് ഫോം പറയുമ്പം NVM. ഓക്കെ. യൂഷ്വലി നമ്മൾ ഈ വിടമാട്ടയുടെ ഒരു മാനറിസം ഇസ് മോസ്റ്റ്ലി ഓൺ എൻ്റർടൈൻമെൻറ്റ് സൈഡ്. നമ്മൾ കൂടുതലും എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ പിടിച്ചു പോവാണ്. ബട്ട് ഐ തോട്ട് ടുഡേ വി ആർ സ്റ്റാൻഡിങ് ഓൺ March 8th, വിച്ച് ഈസ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പ്സിലൊക്കെ സംസാരിക്കുമ്പോഴും ഇറ്റ്സ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്, വെൽബീയിങ്, മെൻ്റൽ വെൽബീയിങ്. അപ്പം I look forward to have that kind of a conversation with you today. Let me first have an idea about Prana Center. So what is Prana all about? As you said, Prana Wellness Center അല്ല, Prana Wellbeing Center എന്നാണ്. It's okay. Prana Wellbeing Center ഞങ്ങൾ 2021 സ്റ്റാർട്ട് ചെയ്തത്. ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട്, മിസ്റ്റർ പ്രവീൺ. ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ നിന്നാണ് പ്രാണ എന്നുള്ളൊരു പേര് വന്നത്. ബട്ട് ഡെഫിനറ്റ്ലി പ്രാണ മീൻസ് ദ ലൈഫ് ഫോഴ്സ്. നമ്മൾ കൂടുതൽ മെൻ്റൽ വെൽബീയിങ്, ഇമോഷണൽ വെൽബീയിങ് അല്ലെങ്കിൽ ഇതെല്ലാ വെൽബീയിങ്സും ബേസിക്കലി നമ്മൾ പറയുക ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പറയുക. ലൈക്ക് ആസ് എ പേഴ്സൺ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഹോൾ. ലൈക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മൈൻഡ് മാത്രമല്ല, ബോഡി മാത്രമല്ല, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ സ്പിരിറ്റ് ഓർ ദാറ്റ് എനർജി. ഇപ്പം നമ്മൾ നോക്കുന്നത് ഒരാളെ ആസ് എ ഹോൾ, how as a package. So that is what we call it as holistic approach. So many modalities are there. It's not only clinical hypnotherapy. പല ടെക്നിക്സും പല വേയ്സും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. Nice, amazing. And it's here in Dubai and yes. You have one branch in Kochi. In Kochi, yeah. When we see a woman's life as a whole, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ it can be divided into 3 phases. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ the childhood phase, which is like all colorful and we can imagine that way. Then comes the adolescence and then the womanhood or the adulthood. അതിൽ ഈ ചൈൽഡ് ആയിട്ടുള്ള സമയത്ത് when you are a kid, an average household വളർന്ന ഒരു ഇന്ത്യൻ ഹൗസ് വളർന്ന ഒരു കുട്ടിക്ക് എപ്പോഴും they would have some kind of a stigma or a trauma associated with them. It can start with a relative coming and commenting on their the hairline, the hair, the body shape, to growing up to their physical sizes and everything. ഇത് നമ്മളിങ്ങനെ നമ്മളൊരു പേര് വിളിക്കുവാണെങ്കിൽ അത് വി കോൾ ഇറ്റ് ബോഡി ഷെയ്മിങ്. അപ്പം ഇപ്പം ഐ ഹാവ് എ 7-year-old daughter. ഹൗ ക്യാൻ ഐ ടീച്ച് ഹർ ബോഡി പോസിറ്റിവിറ്റി വെരി സിംപ്ലി? ലൈക്ക് അത് പറഞ്ഞ് കുഞ്ഞിലെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ചോദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എഗെയിൻ ഇന്ന് March 8th വിമൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു സോക്കോൾ വിമൻ മാത്രമേ സംസാരിക്കാൻ പാടില്ലായിരിക്കാം. പക്ഷേ ആസ് എ തെറാപ്പിസ്റ്റ് എൻ്റെ മുമ്പിൽ വരുന്നത് എല്ലാ ജെൻഡറുകളും അവിടെ വരും. സോ ഈ ഒരു ട്രോമ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ഗേൾസ്, ഈവൻ ഫോർ ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാ കുഞ്ഞുങ്ങൾക്കും. ഇറ്റ് ക്യാൻ ബി ഫോർ ബോയ്സ്. ആരും സ്പെഷ്യൽ അല്ല അവിടെ. ആ ഒരു ചൈൽഡ്ഹുഡ് ഏജിനെ ഞാനൊരു ജെൻഡർ ബേസിൽ പറയുന്നില്ല, വെദർ ഇറ്റ്സ് എ ബോയ് ഓർ ഗേൾ. ഇപ്പം ഞാനൊരു അമ്മയാണ്, എനിക്ക് കുട്ടികൾ ആൺകുട്ടികളാണ്. പക്ഷേ അവരും പോയിരിക്കുന്ന പകുതി ട്രോമ ഇന്നിന്നായിരിക്കാം, ആസ് എ മദർ എൻ്റെ ട്രോമാസ് ആയിരിക്കാം. ട്രോമ പലതരത്തിൽ വരും. ബോഡി ഷേമിങ്ങിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന സോ കോൾഡ് ബോഡി ഷേമിങ്, പണ്ടത് ബോഡി ഷേമിങ് എന്ന് അറിയാൻ കൂടി ഉണ്ടാവില്ലായിരുന്നായിരിക്കാം.
പലതരത്തിലുണ്ട്, കളേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിൽ കളറിൻ്റെ വിധത്തിൽ, ബോഡി വെയ്റ്റിൻ്റെ ഇതിൽ, ഷേപ്പിൻ്റെ രീതിയിൽ, ഈവൻ ഫിസിക്കൽ ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ പലതരത്തിൽ വരാറുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണെങ്കിൽ പിന്നെ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ചോദ്യം എനിക്ക് ചേഞ്ച് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് ചേഞ്ച് ആവാൻ പറ്റില്ല, ബട്ട് ഐ നീഡ് അതേഴ്സ് ടു ചേഞ്ച്. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നമുക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ഹൗ വി ക്യാൻ ഫേസ് ഇറ്റ് എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ആൾക്കാർ, അതെനിക്ക് തോന്നുന്നു 3 ഫേസ് അല്ല, നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ പല പല, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ റോൾസ് ആണ്. ഒരേ സമയം അവർക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ടിൽ ദ ഡെത്ത് ഐ തിങ്ക് ഇത് ഒരു എന്താ പറയുക, കണ്ടിന്യൂസ് ജേർണിയിലുള്ളത് ഈ ഒരു ബോഡി ഷേമിങ് എന്നോ, അല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ എസ്പെഷ്യലി യു ആസ്ക്ഡ് അബൌട്ട് യുവർ ചൈൽഡ്. ആദ്യം മനസ്സിലാക്കേണ്ടത് സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം മനസ്സിലാക്കി കൊടുക്കാനുള്ളത്, ഹൗവർ യു ആർ മൈ ചൈൽഡ്, ഐ അക്സെപ്റ്റ് യു എക്സാക്ട്ലി ആസ് യു ആർ. ദ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലോകം അക്സെപ്റ്റ് ചെയ്ത പോലെയാണ്. ദെൻ യു ക്യാൻ ഫേസ് എനിവെയർ, അല്ലേ? എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ബാക്കിൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ ആരെയാണ് പേടിക്കാനുള്ളത്? അറ്റ്ലീസ്റ്റ് വെൻ ഐ ഫോൾ സംബഡി ഈസ് ദെയർ ടു ഹോൾഡ്. പക്ഷേ പേരൻസ് തന്നെ അത് തുടങ്ങും. ലൈക്ക് യെസ്റ്റർഡേ ഐ ഹാഡ് എ കേസ് ഓൺ പേരൻസ്, ഈ പറയുന്ന ബോഡി ഷേവിങ് എന്ന് വേണേൽ വിളിക്കാം. അതിൻ്റെ ട്രോമ വേറൊരു തരത്തില്ല. അപ്പോൾ ഇടയ്ക്ക് യൂസ്ഡ് മെനി വേർഡ്സ് ഇൻ ബിറ്റ്വീൻ, ടോക്സിക് പാരൻറ്റിങ്, എഗെയിൻ ടോക്സിക് പാരൻറ്റിങ് ഇത് തന്നെയാണ്. അത് ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു സംസാരിച്ചിട്ട് അതൊരു ഇതിലോട്ട് പോയി. അത് ടോക്സിക് പാരൻറ്റെങ്കിലും ആ പാരൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ, അല്ലേ? അവരെ ചേഞ്ച് ചെയ്യണം, എനിക്ക് കിട്ടിയത് പോരാ, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതം വെറുതെ സ്റ്റക്കായി പോവുള്ളൂ. ബട്ട് വി ഗോട്ട് സംതിങ് ഫ്രം ദം, ബട്ട് ഹൗ വി ക്യാൻ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതൊക്കെ ഇതെല്ലാം കൂടെ ചോദിച്ചുകൊണ്ട് ഞാനത് മിക്സ് ചെയ്ത് പറഞ്ഞു. ആക്ച്വലി നമ്മൾ ടോക്സിക് പാരന്റ് വി സ്പോക്ക് ഓഫ്ലൈൻ. എവിടെയോ ഞാൻ കേട്ടു ആ വേർഡ്. കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ചോദിച്ചു. ഓക്കെ, ബട്ട് എനിവേ പറഞ്ഞ കുട്ടിലത് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. സോ ട്രെയിൻ യുവർ ചൈൽഡ് ടു ഫേസ് ദ വേൾഡ്. യു കാൺ ചേഞ്ച് ദ വേൾഡ്. ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മൈക്രോ ടു മാക്രോ എന്നാ പറയുക. ദ ഇന്നർ വേൾഡ് ചേഞ്ച് ആകുന്നത് ദെൻ യു ക്യാൻ ക്രിയേറ്റ് റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൺ തോട്ട്സ് ആണ്, ഇൻ ഓൾ ദ വേസ്. സോ വാട്ട് ഈസ് യുവർ തോട്ട്? ഇപ്പം നമ്മൾ തമാശയായിട്ട് പറയും, ഞാൻ എവിടെ പോയാലും ഡോഗ്സ് എന്നെ ചേസ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഓടിക്കും എന്ന് പറയും. വാട്ട് ഈസ് യുവർ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ഡോഗ്സ്? ഡോഗ്സ് ആർ ഡേഞ്ചറസ്. ഡോഗ്സിന് ഇഷ്ടമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഡോഗിൻ്റെ അടുത്ത് ബിഹേവിയർ വരുന്നത് ഹഗ് ചെയ്യണമായിരിക്കും. എനിക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടും. ബട്ട് മൈ കംപ്ലയിൻറ്റ് ഈസ് ദ ഡോഗ്സ് ആർ ഓൾവേസ് ചേസിങ് മീ. സോ വി ലുക്ക് അറ്റ് ദാറ്റ് പാർട്ട്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ബിഹേവിയർ. ദേ ഓൾവേസ് കം വിത്ത് ദ ബിഹേവിയർ. മറ്റുള്ളവർ എന്നെ ബോഡി ഷെയിം ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ ഇത് പറയണു, എൻ്റെ ബോഡി പാർട്സിനെ കുറിച്ച് സംസാരിക്കണം. ബട്ട് വാട്ട് ഈസ് യുവർ തോട്ട് അബൌട്ട് യുവർ സെൽഫ്? ക്യാൻ യു അക്സെപ്റ്റ് യുവർ സെൽഫ്? ഓ നോ, ഞാൻ മിററിൽ നോക്കുകയില്ല. യു കാൺ ലുക്ക് അറ്റ് യുവർ സെൽഫ് ആൻഡ് യു എക്സ്പെക്ട് ദ ഹോൾ വേൾഡ് ടു ലുക്ക് അറ്റ് യു. സോ ദ ഇന്നർ വേൾഡ് ഹൗ വി ക്യാൻ ചേഞ്ച്, അവിടെയാണ് നമ്മളുടെ ഫോക്കസ്. വി കനോട്ട് ചേഞ്ച് ദ വേൾഡ് other than changing your inner world. Doctor, I'm just touching the peripherals of all this topic. Because if we had to talk that's why I'm not going into the deeper question of that, because if we had to touch every topic of this, we can continue. We both know we can continue about body shaming for long. Like we said, we spoke offline about this toxic parenting. I was having a conversation with a friend last time, and she was very depressed. Like, she was in her peak depressed state, and she was telling me like she doesn't have, she couldn't bear a child, so her mom is putting a lot of pressure on her. So I told her, then why are you calling her every day? Why don't you put a... She's like, my mom, that's my mom. How can I stop calling my mom? So doctor, we always have an assumption, especially we as Indians, we have an assumption that parents are ultimately they are always true, like they are always correct in whatever they do. But we forget to realize something, that they are also human beings. They would have had their own mental demons that they are fighting, and they wouldn't always be right. So growing up phase, when we know that our parents are certain toxic in their own way or narcissistic in a way, how to set the boundaries? അത് ഗിൽറ്റ് ഇല്ലാതെ എങ്ങനെ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും? മോസ്റ്റ്ലി ഗിൽറ്റ് ആയിരിക്കുമല്ലോ. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ വളർത്തി, അതുകൊണ്ട് ഞാൻ അവരെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദർ സിസ്റ്റർ, അതെങ്ങനെയാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നത്?
ടോക്സിക് പേരൻറ്റിങ്ങിൽ ഇതിനകത്ത് ചോദിച്ച 2-3 സബ്ജക്റ്റ് അഗെയിൻ ബൗണ്ടറി വരയ്ക്കേണ്ടത്. ടോക്സിക് പേരൻറ്റിങ് അല്ലെങ്കിലും ടോക്സിക് പേരൻസ് അല്ലെങ്കിലും സാധാരണ പേരൻസ് ആണെങ്കിലും ബൗണ്ടറി ഈസ് എ ബൗണ്ടറി അല്ലേ? ഏത് കുഞ്ഞു പോലും അവനവൻ്റെ ബോഡിക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ടോക്സിക് പേരൻറ്റിങ് ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡൾട്ട് ആയാലും ഇപ്പോഴും പറയും എൻ്റെ ഏജിൽ ലൈക്ക് 62 നൗ, ഈവൻ എൻ്റെ ഏജിലുള്ള ചില ആൾക്കാർ ഇപ്പോഴും അവരുടെയൊക്കെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ലക്കി ദേ ആർ. ഇപ്പോഴും സ്റ്റിൽ എവറി ഡേ വിളിച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന് മൂവിക്ക് പോവുക, ഞാൻ സോ ആ ബൗണ്ടറി അവർ വരയ്ക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. സോ വാട്ട് ഈസ് ദ ഫിയർ? ചില ആൾക്കാർക്ക് ലൂസിങ് ദം ആയിരിക്കാം, ഒരു ഫിയർ കൊണ്ടായിരിക്കാം ബൗണ്ടറി വരയ്ക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഗിൽറ്റിൽ ഞാൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ അമ്മ കരഞ്ഞിട്ട് കിടക്കും. പക്ഷേ ഈവൻ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്, ബട്ട് സ്റ്റിൽ ദേ വിൽ ഡു. പലതരത്തിലുള്ള പ്രഷറിലാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇതിനും എഗെയിൻ ഞാൻ എപ്പോഴും പറയുന്നത്, പല ആൾക്കാരും പറയുന്നത് അമ്മ ഇന്ന് എൻ്റെ ഫോൺ കണ്ടില്ലെങ്കിൽ അമ്മ കരയും, അല്ലെങ്കിൽ അമ്മ ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. നമ്മുടെ റെസ്പോൺസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒരു അമ്മയ്ക്കൊരു കുട്ടി വലുതായി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഹൗ ഡു യു ബിഹേവ്? എൻ്റെ ബോഡി ലാംഗ്വേജിൽ ആ മെസ്സേജ് ഉണ്ടാവണം. അമ്മ ഷുഡ് ട്രസ്റ്റ്, ഓക്കെ ഷീ ക്യാൻ ഹാൻഡിൽ ദ ലൈഫ്, ഐ ക്യാൻ സിറ്റ് ബാക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്ന് കാണുന്നതൊക്കെ തിരിച്ചിട്ട് തന്നെയാണ്. ഇപ്പോഴും ഒരു സൈഡിൽ നിന്ന് ഇവിടെ വിളിച്ച് ചോദിക്കണം എന്താണ് ചെയ്യേണ്ടത്. ആർ യു ലൈക്ക് ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നിങ്ങൾ എത്ര വലുതായി എന്നുള്ളത്, അഡൽട്ട് പെർസെൻറ്റേജ് അതിനുള്ളിൽ എത്രയുണ്ടെന്നുള്ളത്. ചില ഏജ് 40-41, പക്ഷേ മോസ്റ്റ്ലി അവരുടെ ബിഹേവിയർ വരുന്നത് ചെറിയ കുട്ടിയാണ്. ഇനർ ചൈൽഡ് നമ്മൾ വിളിക്കുന്ന ആ പാർട്ടായിരിക്കും കൂടുതൽ ആക്റ്റീവ്. അപ്പം അത് രണ്ട് സൈഡിൽ നിന്നുണ്ട് കേട്ടോ. ചില പേരൻസിൻ്റെ ഫിയറുണ്ട്, മക്കളായി അവർക്ക് മക്കളായി സ്റ്റിൽ മക്കളായാലും ഇപ്പോഴും ഞാൻ വിചാരിച്ചാലേ. അപ്പം അത് നിർത്തേണ്ടത് അവനവൻ്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. എസ്പെഷ്യലി ഇഫ് അത് ക്ലയൻ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ എംപവർ ദം ഇൻ ദാറ്റ് വേ. അഗെയിൻ ആ സബ്ജക്റ്റ് പേഴ്സണൽ ടു പേഴ്സണലാണ് ഓരോരുത്തർക്കും. But if they are comfortable with that, let them go ahead with that. But if they are not comfortable with that, then we need to work on it. I cannot say what is right and wrong. മാം, ഇപ്പോൾ നമ്മൾ കേസ് ബൈ കേസ് ആയിട്ട് എടുക്കുവാണ്. ആൻഡ് ഇഫ് യു നാരോ ഇറ്റ് ഡൗൺ ടു എ പാർട്ട്ണർ ഓർ എ ഫ്രണ്ട് ഓഫ് us that we want to set a boundary with. നമുക്ക് ഇപ്പം ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ ടു സെറ്റ് ബൗണ്ടറി? അതിൻ്റെ കീ ഫാക്ടർ എന്താ? കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ ദ സെൻസ്. ഈവൻ നമ്മുടെ ബോഡി റെസ്പോൺസ്. ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വേർഡ്സ് അല്ലാണ്ട് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഓൺലി വേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത്. ലൈക്ക് വെൻ ഐ ആം സെയിങ് സംതിങ് യു ആർ നോഡിങ്, വെൻ യു ആർ സെയിങ് സംതിങ് ഐ ആം നോഡിങ്. ദർ ഇസ് എ സൈലൻറ്റ് മെസ്സേജ്, ഐ എം വിത്ത് യു. കറക്റ്റ്? സോ ഇൻ സം വേസ് നമ്മൾ ചില പെർമിഷൻസ് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്. അപ്പം ഇപ്പം ഞാനൊരു തമാശ വന്നിട്ട് പറയുകയാണ് കീർത്തിയുടെ അടുത്ത്. കീർത്തി അതിന് ഒരു റെസ്പോൺസും ചെയ്തില്ല, ചുമ്മാ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ അടുത്ത തമാശ പറയുമോ? ഇല്ല. ബിക്കോസ് ഐ നീഡ് ദ റെസ്പോൺസ് ഫ്രം യു. 2-3 പ്രാവശ്യം ചിരിക്കുകയാണെങ്കിൽ ഉറക്കെ ചിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എൻ എൻകറേജ്മെൻറ്റ് ടു മീ. ഓക്കെ, ഐ വിൽ ഗോ ഹെഡ് വിത്ത് മൈ ക്രാഫ്റ്റ്സ്. യുനോ, എനി ഇമോഷൻസ്. നമ്മളൊരാളോട് ദേഷ്യപ്പെടുമ്പം അവരുടെ റെസ്പോൺസാണ് അതിനകത്തെ സക്സസ്. അവരൊന്ന് പേടിക്കുക അല്ലെങ്കിൽ അവരുടെ ബോഡി ഷ്രിങ്ക് ആവുകയാണെങ്കിൽ ഐ എം ഗെറ്റിംഗ് മോർ എൻകറേജ്മെൻറ്റ് ടു ഡു മോർ. Got it? But even in a partnership, in a relationship, അതർ പാർട്ട്ണർ പലരും പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ അതർ പാർട്ട്ണർ ഭയങ്കരമായിട്ട് ഒച്ച വെക്ക് സ്ക്രീം ചെയ്യുക, എനിക്ക് മുഖത്തോട്ട് തന്നെ നോക്കാൻ പേടിയാണെന്നൊക്കെ പറയും. ദേ ആർ നോട്ട് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ 50-50 ആണ്. ദേ ആർ ഈക്വൽ ഇൻ ദ ജേർണി. പക്ഷേ ചില സമയത്ത് നമ്മുടെ വോയിഡ് ഫീലിംഗ് ആയിരിക്കുമൊക്കെ അവിടെ നടക്കണേ. മേ ബി വാട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഫ്രം മൈ ഫാദർ. നമ്മൾ അല്ലെങ്കിൽ അമ്മയെ പോലെ ആയിരിക്കും വൈഫിനെ കാണുന്നത്, അല്ല അച്ഛനെ പോലെ ആയിരിക്കും പാർട്ട്ണറെ കാണുന്നത്. അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല, അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മീനിങ് മാറിപ്പോയി. They are expecting something from the other partner which they are not getting from them, then it goes into some other way. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് റിലേഷൻഷിപ്പിലും നമ്മുടെ അഡൽട്ട്ഹുഡ് പ്രസൻറ്റ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളുടെ എല്ലാ സെഷൻസും തെറപ്പിയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഹൗ മച്ച് യു ആർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. വെൻ യു ആർ ഫുള്ളി പ്രസൻറ്റ് ദെയർ യു ക്യാൻ, ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ഒരു ടാസ്ക് ഒന്നുമല്ല ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള വേസ് ഉണ്ട്. വി ഡീൽ വിത്ത് ദാറ്റ്. ഇപ്പോൾ നമ്മളൊരു ഫേസ് കഴിഞ്ഞു, ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമ്മൾ ബ്രീഫ്ലി ഒന്ന് സംസാരിച്ച് പോയി. ദ നെക്സ്റ്റ് ഫേസ് ഈസ് അഡോൾസെൻസ്. ടീനേജ് ഇതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫീമെയിൽസ്, പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നതും ആൺകുട്ടികളാണെങ്കിലും ഫേസ് ചെയ്യുന്നു. ബട്ട് ഇൻ വിമൻസ് ഡേ ഐ അഡ്രസ് കുട്ടികൾ. അവർ ഈ ഒരു ബോഡി ചേഞ്ച്, ഹോർമോണൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു സമയമായിരിക്കും ഈ 12, 13, 14 ആ ഒരു സമയം.
അപ്പം ഇവർക്ക് തന്നെ അറിയില്ല ഞാൻ കുട്ടിയാണോ, ഞാൻ ഈ ഗ്രൂപ്പിൽ പോയി ഇരിക്കണോ, ആ ഗ്രൂപ്പിൽ പോയി ഇരിക്കണോ. ഐ ഹാവ് ഫേസ് ദാറ്റ്. ഐഡന്റിറ്റി ക്രൈസിസ് നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സമയം. അപ്പം ഈ ഐഡന്റിറ്റി ക്രൈസിസിന് ഒരു ക്ലാരിറ്റി ആസ് എ പേരൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? കാരണം മാം എനിക്ക് ഫീൽ ചെയ്യുകയാണ്, ഇപ്പം നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസ് നമ്മൾ കുട്ടികളെ റിസോൾവ് ചെയ്യാൻ പഠിപ്പിച്ചാൽ ലേറ്റർ ഓൺ ലൈഫിൽ ഈ മിഡ് ലൈഫ് ക്രൈസിസ് ആയിട്ടൊക്കെ നമുക്ക് ഈ സാധനം പിന്നെയും തിരിച്ചു വരും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അത് റിസോൾവ് ചെയ്യാൻ പറ്റും. അത് ചെറുപ്പത്തിലേ കൺഫ്യൂഷൻ ആണെങ്കിൽ വലുതായാലും ആ ഒരു കൺഫ്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഇസ് ട്രൂ. യാ, അത് നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് എന്നും പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അതിനകത്ത് ഈ ഒരു ഏജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇപ്പം നമ്മൾ പേരൻസ് തന്നെയാണെങ്കിലും പറയും, ചില കാര്യങ്ങൾ പറയും, നീ വലുതായില്ലേ, എന്തുകൊണ്ട് നിൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൂടാ, യുനോ വലിയ കുട്ടിയായി, വലിയ ആളായില്ലേ ചോദിക്കും. വേറെ ചില കാര്യങ്ങൾ രണ്ടുപേര് വർത്തമാനം പറയുമ്പോൾ അതേ കുട്ടി അവിടെ വന്നിരിക്കുമ്പോൾ നീ ചെറിയ കുട്ടിയാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കൺഫ്യൂഷൻ വരും, ഇപ്പം ഞാൻ വലുതായോ ചെറുതായോ ഇല്ല. തീർച്ചയായിട്ടും ഐ മീൻ എക്സാക്ട്ലി വാട്ട് യു സെഡ്, കൺഫ്യൂഷൻ വരും. അത് എഗെയിൻ പേരൻസ് തന്നെയാണ്. നമ്മൾ പല അവെയർനെസ് ടോക്സിലും പേരൻസിൻ്റെ അടുത്ത് പറയണേ, ഒരു കുട്ടി വളർന്നു വരുന്ന 0 to 14 ഏജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദ മൊമെൻ്റ് എ ബോൺ. അതിനകത്തും എഗെയിൻ ഒന്നും കൂടെ ഞാൻ നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 0 to 8 ആണ്. നമ്മുടെ ഒരു ക്രിട്ടിക്കൽ ഫിൽറ്റർ ഫോം ചെയ്യുന്ന സമയമാണ്. പൊലാരിറ്റീസ് നമ്മൾ എടുക്കുന്ന സമയമാണ്. എസ് ഓർ നോ, റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്. അതിന് ഏറ്റവും പ്രൈമറി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പേരൻസ് തന്നെയാണ്. ബട്ട് എഗെയിൻ ദർ ഇസ് എൻ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് ആ ടൈമിലുണ്ട്. സ്കൂള്, റിലീജിയൻ, നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളും ഫോക്കസ് ചെയ്യുന്ന അവെയർനെസ് ടോക്കുകളിൽ. എങ്ങനെയാണ് അവർ പെർസീവ് ചെയ്യണതെന്ന്, കുട്ടി എങ്ങനെ എടുക്കണോ എന്നുള്ളതാണ്. നമ്മുടെ ഓരോ സെൻറ്റൻസും ഒരു കുഞ്ഞെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പാരൻറ്റിങ് എന്നുള്ളൊരിത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പാരൻറ്റിങ്ങിന് പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഒരു കാര്യത്തിന് മാത്രം എല്ലാവരും ഫ്രഷ് ആയിരിക്കണം. ബാക്കി എല്ലാ ജോലിക്കും 10 വർഷം എക്സ്പീരിയൻസ് വേണം. ബട്ട് ഇതിന് നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും അമ്മയാവണേ അല്ല അച്ഛനാവണേ. ബട്ട് എനിവേ, അത് ചെറുപ്പത്തിലേ മുതൽ നമ്മളുടെ കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു 13-14 ഒക്കെ ആകുമ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ടൈമും അതാണ്. ഈവൻ നമ്മുടെ ഡിസയർ പോലും പലപ്പോഴും മാറിപ്പോകുന്ന സമയമാണ്. സപ്പോർട്ടിംഗ് ആയിട്ടൊരു എൻവയൺമെൻ്റ് ആണ് ഐ വിഷ്. എഗെയിൻ അത് എനിക്ക് വിഷ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് വി ക്യാൻ എക്സ്പെക്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ അവെയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളത്. ദാറ്റ് സെൽഫ്, ആ സെൽഫ് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, റെഫർ ചെയ്ത് വരാറുണ്ട്. ഞാൻ അവരെ അഡൽട്ടായിട്ടാണ് വെക്കുക. ബിക്കോസ് ആദ്യം അവർക്കൊരു ട്രസ്റ്റ് വരണമല്ലോ എൻ്റെ അടുത്ത്. ഞാൻ അവർ പറയണതെല്ലാം പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മളവരെ, നമ്മുടെ മുമ്പിൽ വരുന്നവരെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ആസ് എ ഗേൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എഗെയിൻ പലപ്പോഴും നമ്മൾ കമ്പാരിസൺസ് വരും. മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യും പേരൻസ് എല്ലാ കാര്യത്തിലും, നോട്ട് ഓൺലി ഫോർ ദ ലുക്സ്, ആക്ട്, പഠിത്തം, എല്ലാ കാര്യങ്ങളിലും. നമുക്കുള്ള ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ നമ്മൾ തന്നെയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുക. ലൈക്ക് എന്നെക്കാളും എങ്ങനെ ഇന്നലത്തേക്കാളും ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷൻ ആകാം. പലപ്പോഴും അത് ആൺകുട്ടികളുമായിട്ടും കമ്പയർ ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് ഈവൻ നമ്മൾ പോളിസിസ്റ്റിക് ഓവറീസ് അല്ലെങ്കിൽ ഈ പറയുന്ന PCO ഇഷ്യൂസൊക്കെ വരുന്നത് ഞങ്ങൾ മെറ്റഫിസിക്കൽ ലെവലിലാണ് അതൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ വരുന്നത് ആ ലെവലിൽ നിന്ന്. ഐ എം നോട്ട് ഇന്നഫ് ആസ് എ ഗേൾ. ഒരു ഗേളിനെ സംബന്ധിച്ച് വലിയൊരു ക്രൈസിസ് ആണത്. ഐ എം നോട്ട് ഇന്നഫ് ആസ് എ ഗേൾ, ഓർ ഐ ആം പോർട്രേഡ് ആസ് എ വീക്ക്. അല്ലെങ്കിൽ ഫാമിലിയിൽ ചിലപ്പോൾ ആൺകുട്ടികൾക്കായിരിക്കും ചില ഫാമിലിയിൽ കൂടുതൽ, ഈവൻ ചില ഭക്ഷണം പോലും ആൺകുട്ടികൾക്ക് കൊടുത്തിട്ട് ബാക്കിയായിരിക്കും. I was surprised to learn about this culture. Yes. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി പറഞ്ഞപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കാണുന്ന കേസുകളാണ്. എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഇപ്പം ആൺകുട്ടികൾക്ക് പ്ലേറ്റ് കഴുകണ്ടെന്ന് പറയും, പെൺകുട്ടികൾ പ്ലേറ്റ് കഴുകണം എന്ന് പറയും. ഏറ്റവും വലുത് ചെറുപ്പം മുതലേ അവരോട് പറയുന്നത് നിങ്ങൾ വേറൊരു വീട്ടിലെയാണെന്നാണ്. ഒരു പെൺകുട്ടി ചെറുപ്പം മുതലേ കേൾക്കണം എന്താണ്, നീ വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് വേറൊരു ഫാമിലി, ഏതോ ഒരു ഫാമിലി നമ്മൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ബട്ട് ഫ്രം ദ ചെറുപ്പം മുതലേ ആ ഒരു തോട്ടാണ് കൊടുക്കുന്നത്, നീ ഈ വീട്ടിലെ, യു ഡോണ്ട് ബിലോങ്, ഈ വീട്ടിലെ അല്ല വേറൊരു വീട്ടിലെയാണ്, കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ലാത്ത ഏതോ ഒരു ഫാമിലിയിലെ. ഇതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കിട്ടുന്ന മെസ്സേജുകളാണ്. ഇതെങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എല്ലാവരും ഒരേപോലെ സ്റ്റോർ ചെയ്യുന്നല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്യണു, നമ്മളെങ്ങനെയാണ് അത് പെർസീവ് ചെയ്തതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ടാഗ് ലൈനേ ഉള്ളൂ, ഇഫ് ദർ ഈസ് സംതിങ് വിച്ച് ഇസ് നോട്ട് ലെറ്റിംഗ് യു ടു മൂവ് ഫോർവേഡ് ഇൻ യുവർ ലൈഫ്, വർക്ക് ഓൺ ഇറ്റ്, ദർ ഇസ് സൊല്യൂഷൻ, യുനോ. പക്ഷേ ആദ്യം നമുക്ക് മനസ്സിലാക്കണം ദിസ് ഈസ് ഓക്കെ ഓർ നോട്ട്. ഈ ഒരു ഏജിലും കുറേ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ ഈവൻ അവരുടെ ബോഡി മറ്റുള്ളവർ ടച്ച് ചെയ്തിട്ട്, ലൈക്ക് ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കാം, അവരെ ഫിസിക്കലി അവരെ റോങ് ടച്ച് എന്ന് വി ക്യാൻ കോൾ ഇറ്റ്,
അതിൽ പേരൻസിനോട് പറയുമ്പം തന്നെ പേരൻസ് പറയും ആരും അറിയണ്ടാന്ന്, ഇത് മോശമാണ്, പുറത്തറിയരുത് ഒക്കെ. എന്താ പറയുക, ലൈക്ക് ഇറ്റ്സ് എ ട്രോമ ഫോർ ദ ഗേൾ, ഇറ്റ്സ് എ ട്രോമ. ഇതാരും അറിയാൻ പാടില്ല, പുറത്തറിഞ്ഞാലും കുഴപ്പമാണ്, അല്ല നിൻ്റെ കുഴപ്പമാണ്, ബിക്കോസ് ഇറ്റ്സ് യുവർ ഫോൾട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. അത് എൻ്റെ ഒരു ജനറേഷൻ മാത്രമല്ല, ഇന്നത്തെ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന 13-14 ഇയേഴ്സായ പെൺകുട്ടികൾ വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും കൊണ്ടുവരിക. ദേ വോണ്ട് സേ ഇറ്റ് ആസ് ട്രോമയായിട്ടായിരിക്കില്ല വരിക. മാം, ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് എല്ലാവരെയും പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ പേരൻസ് അത് എടുക്കണമെന്നില്ല. ഒരു 40-50s അക്സെപ്റ്റൻസ് എത്ര മാത്രം വരും എന്നറിയില്ല. എനിക്ക് ആകെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കൂൾസിൽ അറ്റ്ലീസ്റ്റ് ഇഫ് ദേ ക്യാൻ ഇൻക്ലൂഡ് എ കരിക്കുലം ഫോർ മെൻ്റൽ ഹെൽത്ത്, ലൈക്ക് PD, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലൊരു മെൻ്റൽ അങ്ങനത്തെ ഒരു തെറാപ്പി കുട്ടികൾക്ക് വരുന്നുണ്ട്. I see counselors are there, പക്ഷേ അതും കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ എപ്പോഴും പേടിക്കാറുണ്ട്. ബിക്കോസ് അവർ പേരൻസിൻ്റെ അടുത്ത് പോയി പറയും എന്നുള്ളൊരു തോട്ട് വന്നിട്ട്. ഐ തിങ്ക് ദർ ഷുഡ് ബി സം സിസ്റ്റം ഫോർ ദാറ്റ്. ചേഞ്ചിങ്. പഴയ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. അതിലും കൂടുതൽ പല പേരൻസും പറയണത്, എൻ്റെ അടുത്ത് തന്നെ ചില അമ്മമാർ ചോദിച്ചിട്ടുണ്ട്, മാം ഞാൻ പോയിട്ടുണ്ട് മാം, പിന്നെ എന്താ ഇത്ര പ്രശ്നം എന്ന്. ആ കുട്ടി പിന്നെ എവിടെ പോയിട്ട് പറയും. പണ്ടത്തെ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇതുപോലത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അഗെയിൻ ഫോക്കസ് ചെയ്യണം, ആം എ ട്രെയിനർ ഇൻ ടു ദിസ്. ഞാനൊരു ഇൻ്റർനാഷണൽ ട്രെയിനറാണ് ഇതിനകത്ത്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഒരു ക്ലാസ് ഓഡിയൻസ് ഒരു 1.5 വർഷത്തെ കോഴ്സുകളൊക്കെയാണ്. അതിനകത്തൊക്കെ ഞാൻ പറയുന്നത് അതാണ്, ഞാൻ ഒരാൾക്ക് ഒരു ദിവസം എത്ര സെഷൻ ചെയ്യാൻ പറ്റിയേക്കും, മാക്സിമം ഐ ക്യാൻ ഡു മേ ബി 4 സെഷൻസ് ഇൻ എ ഡേ. പക്ഷേ ഞാനൊരു 10 പേരെ അതിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 10 into 4 ദിസ് ഈസ് ദ വേ ഹൗ. ഇപ്പം എനിക്കൊരു അറൗണ്ട് 300 സ്റ്റുഡൻസോളം ഇപ്പം പല ബാച്ചുകളിലായിട്ട് പോകുന്നുണ്ട്. സോ ഇമാജിൻ, ദാറ്റ്സ് ഓൺലി വേ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അല്ലാണ്ട് ഇപ്പം നമുക്കെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൺ തിങ് ഐ ക്യാൻ സേ, പീപ്പിൾ ആർ കമ്മിങ്, ദേ ആർ കമ്മിങ് ഫോർ. ലൈക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരുടെ നമ്പർ വെച്ച് നോക്കുമ്പോൾ സം പാർട്ട് ഫീലിംഗ് ബെറ്റർ. ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഐ റെഡ് സംവെയർ ദാറ്റ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ ഫ്യൂച്ചർ ഇഫ് ഇറ്റ്സ് നോട്ട് അൺറിസോൾവ്ഡ് ആയിട്ട് പോയാൽ ഇറ്റ് ക്യാൻ കോസ് ദ ആൻസൈറ്റി ഇൻ പീപ്പിൾ, ഇഫ് ഐ എം റൈറ്റ്. അപ്പം ആക്ച്വലി ആൻസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒക്കെ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വൊക്കാബുലറി വേർഡായി. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലിനിക്കൽ ആൻസൈറ്റി ലൈക്ക് വിച്ച് ഇസ് ഡയഗ്നോസ്ഡ് ആൻഡ് നമ്മൾ പറയുന്ന ആൻസൈറ്റി. അപ്പോൾ ശരിക്കും ഈ ആൻസൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഐഡൻറ്റിഫൈ വെദർ ഐ ഹാവ് ദിസ് കൈൻഡ് ഓഫ് തിങ്, ആൻസൈറ്റി? ഇപ്പം എല്ലാവരും പോകുന്നൊരു ഫേസ് ആണത്. സോ വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? എക്സാക്ട്ലി വാട്ട് യു സെഡ്. പല ആൾക്കാർക്കും അറിയില്ല വാട്ട് ഈസ് ആങ്സൈറ്റി, വാട്ട് ഈസ് ഡിപ്രഷൻ. ചിലർക്ക് ആങ്സൈറ്റി ആയിരിക്കും, പക്ഷെ അവർ യൂസ് ചെയ്യുന്ന വേർഡ് ഡിപ്രഷനിലായിരിക്കും. ചിലർ ഡിപ്രഷനിലായിരിക്കും, ബട്ട് ദേ യൂസ് ദ വേർഡ് ആങ്സൈറ്റി. ഡിപ്രഷൻ ഈസ് ഓൾവേസ് കമ്മിങ് ഫ്രം ദ പാസ്റ്റ്. Depression is not about future. Something happened in the past, so I am depressed. I have a low feeling. Something about the future is always anxiety. Anxiety is fear. So fear is always coming from future. From anxiety, when എനിക്ക് എക്സാം ആണ്, where I am not depressed, I'm anxious actually, because exam എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ അതിന് കുട്ടികൾ വരെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി ഐ എം ഡിപ്രസ്ഡ്. ഈ ഡിപ്രസ്ഡ് എന്നുള്ളൊരു വേർഡ് സ്റ്റൈലുമായിട്ട് കണക്ട്, ഒരു ഫാഷൻ. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ സെലിബ്രിറ്റി ലെവലിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഐ വാസ് ഇൻ ടു ഡിപ്രഷൻ ഫോർ 3 years എന്ന് പറയുമ്പോഴത്തേക്ക് സംതിങ് ആസ് ഇഫ് ഗ്രേറ്റ് സോ ഞാനും പറയണം എന്നുള്ള ലെവലിൽ പറയുന്നവരും ഉണ്ട്. വേസ് ടു ഐഡൻറ്റിഫൈ ഉണ്ട് മേജർ ഡിപ്രഷൻസ്, മൈനർ ഡിപ്രഷൻസ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ദർ ഈസ് ഓൾവേസ് യു വോണ്ട് ബി ഏബിൾ ടു സ്ലീപ്പ്, നെർവസ്, നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിട്ട് കൂടുതൽ അലേർട്ടായിരിക്കും, നമ്മളുടെ ആൻറ്റിനാസ് വിൽ ബി അപ്പ്. ഡിപ്രസ്ഡിൽ നമ്മുടെ ആൻറ്റിനാസ് ഡൗൺ ആയിരിക്കും, നമ്മളെ സംബന്ധിച്ച് കൂടുതൽ കിടക്കുക, അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും, നമ്മളുടെ പെർഫോമൻസ് ഉണ്ടാവില്ല പല കാര്യങ്ങളിലും. അത് നമ്മൾക്ക് മൈനർ ഡിപ്രഷനാണോ മേജർ ഡിപ്രഷനാണോ എന്നറിയാനുള്ള വഴികളുണ്ട്. മേജർ ഡിപ്രഷൻ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഗോ വിത്ത് ദ മെഡിസിൻസ്. അലോങ് വിത്ത് ദ മെഡിസിൻസ് വി ഗോ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ തെറപ്പി. ബട്ട് ദെൻ പതുക്കെ തെറപ്പി കൂടുതൽ കൊണ്ടുവന്ന് മെഡിസിൻസ് വി ക്യാൻ റിഡ്യൂസ്. മൈനർ ഡിപ്രഷൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക് ത്രൂ. സോ ആദ്യം അറിയേണ്ടത് എനിക്ക് ഡിപ്രഷനാണോ ഇൻഡോ ഡിപ്രഷൻ നമ്മൾ പറയണത് ഐ കനോട്ട് ഫൈറ്റ്, ഐ കനോട്ട് ഫ്ലൈ. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ പ്ലേ ആസ് ഡെഡ്. ഓക്കെ, ഇറ്റ്സ് എ കോപ്പി മെക്കാനിസം. സോ നമ്മൾ ഡിപ്രഷനിൽ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലക്ഷറിയസ് ചോയ്സ് എന്ന് പറയും. അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയണതല്ല. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ അതായത് നമ്മൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെ ജോലിക്ക് കൃഷി ചെയ്യുന്നവരൊക്കെ, അവർക്ക് അന്ന് വൈകുന്നേരം അന്നത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ അരി വെക്കാൻ പറ്റില്ല. അവർക്കൊന്നും ഡിപ്രഷൻ വരാനുള്ള ചോയ്സ് ഇല്ല.
കാരണം ദേ കാൻറ്റ് അഫോർഡ് ഇറ്റ്. അവർക്ക് അതിൽ ഡിപ്രഷനാണെന്ന് പറഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ അടുപ്പ് ഉണ്ടാവില്ല. നമ്മൾ ചില കേസസിൽ പറയാറുണ്ട്, ആൾക്കാർ പറയാറുണ്ട്, ഇപ്പം ആൻസൈറ്റി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദറിനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ട്, ഇപ്പോൾ എനിക്കും ഉണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് ഹെറിഡിറ്ററി ആവാൻ ഉള്ള ചാൻസസ് ഉണ്ട് ഡോക്ടർ? അതോ ഇത് വല്ല ഒബ്സർവേഷൻ ആയിരിക്കും? അപ്പം ആൻസൈറ്റി നമ്മുടെ ഒരു മലയാളി വീട്ടിൽ അല്ലെങ്കിൽ ഒരു നാടൻ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ അമ്മ ചോറ്റും പാത്രം പാക്ക് ചെയ്യുമ്പോൾ തൊട്ട് എണീക്കുമ്പോൾ തൊട്ട് ഓട്ടോ ആയിരിക്കും. അത് നമ്മൾ കണ്ടു വളരും. അപ്പം ഞാനൊക്കെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എപ്പോഴും കീ ഇങ്ങനെ ഇട്ട് ഇത് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എൻ ആൻസൈറ്റി, ലൈക്ക് അടുത്ത കാര്യം ചെയ്യാനുള്ള ഒരു ധൃതി. അത് കണ്ടു വളരുന്നതിൻ്റെ ആണോ അതോ ശരിക്കും ഇത് ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ പാസ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ? ആങ്സൈറ്റി അഡിക്റ്റഡ് ആവാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ അഗെയിൻ നമ്മൾ കണ്ടു വളരുന്നതൊക്കെ അതൊക്കെ തന്നെയായിരിക്കാം. ആ പാറ്റേൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മളുടെ പേരൻസ് അല്ലേ, നമ്മളൊരു എക്സ്റ്റൻഷൻ ഓഫ് ദം അല്ലേ. അവരുടെ നല്ലത് മാത്രമല്ലല്ലോ നമ്മൾ തന്നെ കാണാറില്ലേ, പലപ്പോഴും അമ്മയെ പോലെയാണ് ഇരിക്കണേ അല്ലെങ്കിൽ അച്ഛനെ പോലെയാണ് ഇരിക്കണേ, മുടി അങ്ങനെയാണ്, വോയിസ് അങ്ങനെയാണ്, നമ്മൾ നടക്കുന്ന രീതി അങ്ങനെയാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ എല്ലാ സോ കോൾഡ് നെഗറ്റീവ്സ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വീക്ക്നെസ്സസ് നമുക്ക് പറയാം, അതും നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെ അങ്ങനെ എടുത്താൽ മതി. ലൈക്ക് ഡെഫിനറ്റ്ലി നമ്മൾ പല ഈ വക മാനേഴ്സും ഒക്കെ നമ്മൾ അവരിൽ നിന്നാണ് പഠിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എൻ ഒബ്സർവേഷൻ, നോട്ട് ഹെറിഡിറ്ററി. ഇറ്റ് ഈസ് എൻ ഒബ്സർവേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളത് ക്യാരി ചെയ്യുന്നുണ്ട്. അവരെയല്ലേ നമ്മൾ കൊണ്ടു നടക്കണം ഉള്ളിൽ, നമ്മുടെ ഫാദറിനെയും മദറിനെയല്ലേ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കണേ. ഇപ്പം നമ്മൾ ഒബ്സർവേഷനിലല്ല, ഇപ്പം നമ്മുടെ മുടി ഇരിക്കുന്നത് അവരെ പോലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ കണ്ണ് അവരെ പോലെയാണെന്നൊക്കെ പറയണ പോലെ തന്നെ ഇതും നമ്മുടെ ഉള്ളിലുണ്ട്. എഗെയിൻ അതൊരു കോപ്പി ഇതായിട്ട് നമ്മളത് എടുക്കും. പക്ഷേ ചില മെൻ്റൽ കണ്ടീഷൻസ് ത്രൂ ദ ഫാമിലി ഇറ്റ് റൺസ്. ചില പെർട്ടിക്കുലർ മെൻ്റൽ കണ്ടീഷൻ, ഇതൊരു മെൻ്റൽ കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നില്ല, ലൈക്ക് യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. അതാ ഞാൻ ചോദിച്ചത്, ഇത് നമ്മൾ ഈ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ആൻസൈറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നത്. വിത്ത് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഓർ സൈക്കോളജിക്കൽ ഹെൽപ്പ് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റീവെയർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് പേര് ദേ വിൽ സേ ദറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നില്ല വിത്ത് ഡ്യൂ ടു മെനി റീസൺസ്, സ്റ്റിഗ്മ ഓർ ദ വാട്ട് ദേ വിൽ ഫേസ് വിത്ത്. അവർ പറയും നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി ദറ്റ് റീവയറിങ് ദ ബ്രെയിൻ. അതും എത്ര ശതമാനം ഇതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചാൻസ് കാണും? അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. നോ, എല്ലാവരും തെറാപ്പി സെഷൻസ് എടുക്കണം എന്ന് നമ്മളും പറയണില്ല. ലോഡ് ഓഫ് വേസ്, ഈവൻ യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ കുറേ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് എ ഫിയർ. ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഫിയറാണ്. ഫിയർ ഈസ് ഓൾവേസ് കമ്മിങ് ഫ്രം ഫ്യൂച്ചർ. നമുക്ക് വാട്ട് വിൽ ഹാപ്പൻ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളതാണ്. എവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് പോകുന്നത് എന്നുള്ളതാണ്. കറക്റ്റ്. ഇപ്പം പല ആൾക്കാരും പറയും, മാം എൻ്റെ പേടി കാരണം ഞാൻ പ്രെയർ സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ സമയമില്ല എന്ന് പറയും. പള്ളിയോ അമ്പലമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ സമയമില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, അവിടെ എന്തിനാണ് ഈ പോകണത് എന്നുള്ളതാണ്. എന്തിനാണ് ഈ പള്ളിയിൽ പോകണത് അല്ലെങ്കിൽ എന്തിനാണ് ഈ അമ്പലത്തിൽ പോകണത്? ബിക്കോസ് അവിടെ എനിക്ക് എല്ലാ ഉത്തരം കിട്ടുന്നത്. ഐ സെഡ്, ഡു യു ബിലീവ് ദാറ്റ്? അവിടെ ആരാണോ ഇരിക്കണം, ആരെങ്കിലും ആയിക്കോട്ടെ, ഞാനൊരു റിലീജിയസ് പേഴ്സൺ അല്ല, അവിടെ ഇരിക്കണം ആരെങ്കിലും ആയിക്കോട്ടെ, അവരിൽ നിന്നൊരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവിടെ പോണത്. യെസ്, ഐ നോ ദാറ്റ്. ദെൻ വാട്ട് ഈസ് എ ഫിയർ? then what is the fear? If that person, I mean that divine energy എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ആൻസർ തരാൻ പറ്റുകയാണെങ്കിൽ, ബട്ട് ഡു യു ഹാവ് ട്രസ്റ്റ് ഇൻ ദാറ്റ് എനർജി? അല്ലെങ്കിൽ പിന്നെ നിങ്ങളവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫെയ്ത്ത് പോകേണ്ടത് എന്നുള്ളതാണ്. സംവെയർ ദ ഫെയ്ത്ത് പോകുമ്പോഴാണ് ഫിയർ കൂടി വരിക. അപ്പം നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ ഫിയർ വിൽ ഇതിങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് കുഞ്ഞും ജനിക്കുന്നത് 100% ഫെയ്ത്തല്ല. ഒരു കുഞ്ഞിനും അറിയില്ല എനിക്ക് നാളെ പാല് കിട്ടുമോ അല്ലെങ്കിൽ എന്നെ, അതൊരു ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആണ്. സ്ലോലി നമ്മുടെ ഉള്ളിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും പല ഫിയറുകളും പിടിച്ചെടുക്കും. ചിലപ്പോൾ അമ്മ ഉണ്ടാവില്ല, ഞാൻ കരയുന്ന സമയത്ത് അമ്മ ഉണ്ടാവില്ല വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ടാവും. സോ നൗ സ്ലോലി വാട്ട് ഹാപ്പൻസ്, എന്നും സ്നേഹിച്ചിട്ട് എടുക്കണ ആ കൈ ഇന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഭക്ഷണം കിട്ടുന്ന സമയത്ത് ഐ ആം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. സോ വാട്ട്സ് ഹാപ്പനിങ്? സോ നൗ സ്ലോലി ദിസ് ഫെയ്ത്ത് will come down, the fear will go. ചില ആൾക്കാരുടെ ഫിയർ ഭയങ്കരമായിരിക്കും. എവ്രിതിങ് ദേ വിൽ ഗെറ്റ് സ്കെയർഡ്. നോ, ഹസ്ബൻഡ് ഫോൺ എടുത്തില്ലെങ്കിൽ പേടി, കുട്ടിയുടെ സ്കൂൾ ബസ് വൈകിയാൽ പേടി, അവർക്ക് എന്തോ പറ്റിയെന്നുള്ള പേടി, പാനിക് അറ്റാക്ക്, ശ്വാസം. പക്ഷെ അതൊന്നും നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. എനി കണ്ടീഷൻസ് ആർ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ യു നീഡ് ടു, ബട്ട് യു ക്യാൻ വർക്ക്. ദാറ്റ് മച്ച് ഐ ക്യാൻ സേ, ഇറ്റ് ക്യാൻ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കുന്ന 100% കണ്ടീഷൻസേ എനിക്ക് അറിയുള്ളൂ. 100% സക്സസ്ഫുൾ എവറി കണ്ടീഷൻസ്. ഇനി നമ്മൾ അഡോൾസൻസ് ടീനേജ് ഫേസ് കഴിഞ്ഞ് നമ്മൾ വുമൺഹുഡിലേക്ക് വരുവാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനേറിയോ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ,
mobile addiction is a real factor. I mean, maybe even I can address to that because ഈ ഒരു മറ്റേ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മൊബൈൽ വി ആർ യൂസിങ്. ഈ സോഷ്യൽ മീഡിയ ഇതെന്താ ഇതിങ്ങനെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ആക്ടർ മാധവൻ വാസ് സെയിങ് ലൈക്ക് ജസ്റ്റ് ഒബ്സർവ് ബിറ്റ്വീൻ ദിസ് ടു ഫിംഗേഴ്സ്, ഇവിടെ ഒരു കർവ് ഉണ്ടായിരിക്കും, ദ വേ വി കീപ് ദ മൊബൈൽ ഓൾവേസ് ഇൻ ദ ഹാൻഡ്. ഐ വാസ് ലുക്കിംഗ് ഇൻ മൈ ഓക്കെ. ഡോക്ടർ, ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഈസ് ലൈക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ബ്യൂട്ടിഫുൾ കിച്ചൺ, ബ്യൂട്ടിഫുൾ ഹോംസ്, ഹാപ്പി കപ്പിൾസ്, എവറിഥിങ് ഈസ് പെർഫെക്റ്റ് ഓൺ റീൽ ഓർ ഓൺ സോഷ്യൽ മീഡിയ. കമ്പാരിസൺ വരും. ഈ കമ്പാരിസൺ എത്രമാത്രം ഈസ് ആഡിങ് ടു ദ സ്ട്രെസ് ഓർ ദ കേസസ് ദാറ്റ്സ് കമ്മിങ് ടു യു? അഡിക്ഷൻസ് വേറൊരു കേസാണ്, കമ്പാരിസൺ വേറൊരു കേസാണ്. പോരാ എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ. നമ്മൾ എന്ത് കഷ്ടപ്പെടുന്നതും അടുത്ത ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും ഈ ഇല്യൂഷനിൽ പോകും. എഗെയിൻ നമ്മൾ മൊബൈലിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ കൈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, അഡിക്ഷൻ ഈസ് കമ്മിങ് ഫ്രം എ വോയിഡ്. നമുക്ക് മറ്റൊന്നും അതിലും ബെറ്ററായിട്ട് ചെയ്യാനില്ല. ഇപ്പോൾ പല പേരൻസ് പോലും കൊണ്ടുവരും കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരും. പക്ഷേ ഈ കുട്ടികൾക്ക് ഇവർ വീട്ടിൽ ചെയ്യുന്ന പണിഷ്മെൻറ്റ് എന്താണ്? വൈഫൈ ഓഫ് ചെയ്തിടും, അല്ലെങ്കിൽ മൊബൈൽ പിടിച്ച് മേടിച്ചു വെക്കും. പക്ഷെ പല പേരൻസിനും പറയാനറിയില്ല ഇത് ഓഫ് ചെയ്തിട്ട് വാട്ട് എൽസ് ടു ബി ഡൺ. പല പേരൻസും പറയും അതിനകത്ത് എത്ര ബുക്സ് ഇരിപ്പുണ്ട്, വൈ കാണ്ട് ദേ റീഡ് ദ ബുക്സ്. ബുക്സ് അവർക്ക് ബോറിംഗ് ആണ്. ദേ നീഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പലതും, അല്ലെങ്കിൽ ഇവർ കളിക്കേണ്ടി വരും. നമുക്ക് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളും ജീവിതത്തിലുണ്ടെങ്കിലേ നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് റീപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ് മോർ ഡിസ്ട്രാക്റ്റീവ് ചെയ്യാനായിട്ടുള്ള വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അഡോളസൻസിൽ ഇതൊക്കെ തന്നെയാണ് പലരുടെയും പ്രശ്നം. ഇതിലും ബെറ്ററായിട്ട് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. സോ വാട്ട് വി വിൽ ഡു, സിറ്റ് ആൻഡ് വാച്ച് ദിസ്. ഇതിൽ വാച്ച് ചെയ്യുമ്പോൾ കാണുന്നതല്ല സത്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇവരുടെ ഉള്ളിൽ എന്താണ് വേണ്ടതെന്ന് ഷുവർ ഉണ്ടോ എന്നുള്ളതാണ്. പലരും ജീവിക്കുന്ന ഈ വക ഇല്യൂഷൻസിലാണ്. റിയാലിറ്റി ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. ഈ കമ്പാരിസൺസ് പിന്നെ പോയിട്ട് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. കാരണം ഇന്നിപ്പോൾ ന്യൂസ് തന്നെ തുറക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പിന്നാലെ പോണത്. ഇത് എത്ര ലൈഫ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. സൂയിസൈഡിൽ തരെ പോകുന്നുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. ഇതൊന്നും റിയൽ അല്ല എന്ന് മനസ്സിലാക്കി വരുമ്പം ജീവിതം തന്നെ നിർത്താൻ ശ്രമിക്കുന്നവരുണ്ട്, ട്രൈ ചെയ്തിട്ടും വരുന്നവരുണ്ട്. അതിനെ മറ്റൊരു സൈഡ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഒക്കെ എൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ ഫൈനലി ഒരൊറ്റ ചോദ്യത്തിലാണ് പിന്നെയും വരുന്നത്, വേർ ഇസ് ഇസ് അഡൽട്ട്? വേർ ഇസ് ഇസ് അഡൽട്ട്? ഒരു കുട്ടിയാണ് ഇപ്പോഴും ഉള്ളിൽ. കാണാത്ത വേൾഡിൻ്റെ പിന്നാലെ പോകണം. ഒരു ഡ്രീം വേൾഡിൽ പോണത് ആരാണ്? ഒരു കുഞ്ഞേ ഡ്രീമിൽ പോകുള്ളൂ. റെയിൻബോ കളേഴ്സും ഇതൊക്കെ ഒരു കുഞ്ഞാണ്. വേർ ഈസ് ദാറ്റ് അഡൽട്ട്? അഡൽട്ട് അവിടെ പ്രസൻസേ ഇല്ല. ഇനി അഡൽട്ടിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റില്ല. It's a task for us to bring that adult out. That's a task. That's a whole new thing. Inner child healing. That is an inner child. Because the child is fully active, correct? Yeah. ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഞാൻ ഈ ഏജിൽ ഇപ്പോൾ 62 ആണെങ്കിലും ഞാൻ വളരെ കാര്യമൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്വീറ്റ് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഐ മേ ബിഹേവ് ലൈക്ക് എ 6-year-old, കറക്റ്റ്? അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഐ വിൽ ബിഹേവ് ലൈക്ക് എ ചൈൽഡ്. ഓ വാവ്, പണ്ട് കിട്ടാത്ത എന്തെങ്കിലും സ്വീറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് എൻ്റെ ആ ഒരു 6 year തന്നെയാണ് ഫുള്ളി ഇവിടെ പ്രസൻറ്റ് എങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ ബിഹേവിയറും എങ്ങനെയായിരിക്കും? ഹൗ യു വിൽ ലുക്ക് അറ്റ് മീ. സോ നമ്മുടെ ആ ഒരു അഡൽട്ട് ഗ്രിപ്പ് നമുക്ക് ഉണ്ടാവണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് അഡൽട്ട് പ്രസൻറ്റ്, ബട്ട് ദറ്റ് ഗ്രിപ്പ് ഷുഡ് ബി ദെയർ. ഒരു മേജർ ഗ്രിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അതിനൊക്കെയായിരിക്കും നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയല്ലേ ഇങ്ങനെ ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യരുതെന്ന് പറയുന്നതിൽ സില്ലിനെസ്, ഗൂഫിനെസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഒരു ചൈൽഡ് ലൈക്ക് നേച്ചർ ആവാം, പക്ഷെ ചൈൽഡിഷ് ആവരുത്. ആരോ ഇത് ഒരു ഡയലോഗ് പറഞ്ഞത്. ഐ തിങ്ക് ഇറ്റ് ആഡ്സ് ടു ദാറ്റ്. ദേ ഡോണ്ട് വാണ്ട് ടു. ദാറ്റ്സ് എ കംഫർട്ട് സോൺ. ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം. മറ്റേ പാമ്പറിങ് കിട്ടുമായിരിക്കും. അറ്റൻഷനാണ്. വൺ ഓഫ് ദ മെയിൻ തിങ് ഈസ് അറ്റൻഷൻ സീക്കിങ്. ഈവൻ അസുഖം വരുന്നത് പോലും അറ്റൻഷനാണ്. അതൊരു ചൈൽഡ്ഹുഡിന് തന്നെ വാലിഡേഷൻ ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഡോക്ടർ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്, ദ പിയർ ഗ്രൂപ്പ്സ്? ബിക്കോസ് we see the two sides of it is there. One is that now it's more of like social media friends or friends for the sake of friends. If I observe my mother's friendship, like my mom, she has from her college days, and how many years it's lasting, 40-50 years of friendships itself. അപ്പം എങ്ങനെയാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് ടു വെൻഡ് ഓഫ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് ടു ഫൈൻഡ് എ ഫ്രണ്ട്? അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ടെന്ന് ഞാൻ പറയും.
എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. തീർച്ചയായിട്ടും പല സമയങ്ങളിലും നമ്മൾ ലോ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരാവശ്യമുണ്ടെന്ന സമയത്ത് അവരൊക്കെ എന്നെ അല്ലാത്തപ്പോഴും എന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ജനറേഷൻ ആയിരിക്കാം ഞാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വേണം എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇറ്റ്സ് അപ് ടു. പിന്നെ പല വീടുകളിലും ഒറ്റ കുട്ടികളൊക്കെ ആയിട്ടല്ലേ വളരുക. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു സോഷ്യൽ സപ്പോർട്ട് അവർക്ക് അറിയുണ്ടാവില്ല. അച്ഛനും അമ്മ ഒരു കുട്ടിയായിട്ട് വളരുമ്പം പണ്ടെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലീസാണ്. നമ്മൾ കൂടുതൽ ആൾക്കാർ, കസിൻസ്, റിലേറ്റീവ്സ്, നമ്മൾ ഒത്തിരി പേരുമായിട്ട് കണക്റ്റഡാണ്. അതിനകത്ത് സ്വന്തം സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്വന്തം ബ്രദർ ആരാന്നും കൂടെ ചിലപ്പോൾ മനസ്സിലാവില്ല. എല്ലാം ഒരേ അച്ഛൻ്റെയാണോ അമ്മയുടെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കണം. മനുഷ്യർ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ വീട്ടിലെ ബാക്കി മൃഗങ്ങളും ഒക്കെ വരും കേട്ടോ. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലെ, കാരണം എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ കലണ്ടറിൽ എഴുതി വെക്കണ ഈ ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കുമല്ലോ. അപ്പോൾ ചില പേരുകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അല്ലാത്ത ഇന്ന ഡേറ്റ്, ജാനകി പശുവായിരിക്കും എന്നുവെച്ചാൽ അതുപോലെ ആയിരിക്കും അന്നത്തെ കാലത്ത്. ഇന്നിവിടെ ആരല്ലേ? ഇന്നെല്ലാ വീട്ടിലും അച്ഛനും അമ്മയും കുട്ടിയും ഈ 6 കണ്ണുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. കുട്ടിക്കൊന്നും ശ്വാസം വിടാൻ സമയമില്ല, അച്ഛനൊന്നും ശ്വാസം വിടാൻ പറ്റില്ല, അമ്മയ്ക്കൊന്നും വിടാൻ. ഇത്രയും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ബാക്കി എല്ലാ ട്രസ്റ്റും നഷ്ടപ്പെടും. ദേ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് എനി വൺ. അവരുടെ വേൾഡ് ചെറുതായിക്കൊണ്ട്, സോഷ്യൽ മീഡിയ വേൾഡ് വലുതായിക്കൊണ്ടിരിക്കും, റിയൽ വേൾഡ് അവരുടെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് എക്സ്പോസ് ടു ദ വേൾഡ്. പക്ഷേ അതല്ലാണ്ടുള്ളവരുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതൊരു ജനറലായിട്ട് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് പറയാൻ പാടില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റും ജനറലായിട്ട് ഞാൻ പറയാൻ പാടില്ല. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് നൗ. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നവരോടൊക്കെ പറയേണ്ടത് ലെറ്റ് ദിസ് ചിൽഡ്രൻ ഗോ ഔട്ട്, ലെറ്റ് ദം മീറ്റ്. പക്ഷേ അപ്പം പേരൻസിനാണ് കൂടുതൽ ഇഷ്ടം എക്സാം, മറ്റേത് മറിച്ചത്. കുട്ടികൾക്ക് കളിക്കാനും കൂടെ സമയമില്ല. ഹൗ ദേ ആർ മേക്കിംഗ് എ റിലേഷൻഷിപ്പ്, ഹൗ ദേ ക്യാൻ ട്രസ്റ്റ് സംബഡി. ഇപ്പോൾ ഇന്ന് പോലും ഞാൻ പോലും എൻ്റെ കുട്ടികൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പേടിയായിരിക്കും, അവർ പോകുമ്പോൾ വേറെ വല്ലതും വരുമോ. നമ്മൾ ന്യൂസും ഒക്കെ അത്രയും കാണുന്നതല്ലേ. പക്ഷേ ഹെൽത്തി എൻവയൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് റിലേഷൻഷിപ്പ് നമുക്ക് ഇറ്റ്സ് എ മസ്റ്റ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ മസ്റ്റ്. പല സമയത്തും വളരെ ഫാമിലിയേക്കാളും കൂടുതൽ ചില സമയത്ത് ഫ്രണ്ട്സാണ് നമ്മളെ പറയാം. Ladies groups, lady travels. There are a lot of ladies groups in Abu Dhabi. Yeah. I mean in Dubai. Yeah. We have. But next weekil എൻ്റെ ലേഡീസ് റിട്രീറ്റ് വരുന്നുണ്ട്. ഐ എം ഗോയിങ് ഓൺ മൺഡേ ടു വാരണാസി. എനിക്കിപ്പോൾ സെക്കൻഡ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മൽ കുയിനിൽ. മറ്റന്നാൾ ഐ എം ഗോയിങ് ഓൺ മൺഡേ വിത്ത് എ ലേഡീസ് ഗ്രൂപ്പ്. ഇറ്റ്സ് എ ഹീലിംഗ് റിട്രീറ്റ്, ബട്ട് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് ഇൻ വാരണാസി. പക്ഷെ അതൊക്കെ നല്ല ബോണ്ടിങ്ങും, അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബോണ്ടിങ്ങും സപ്പോർട്ടും ഞാനിങ്ങനെ എൻ്റെ പല ഇതിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൗ ദേ ആർ ക്ലോസിങ്. That's what I can do for them. Through the workshops, through the things, I will bring them together and be there as supportive. That's really interesting. Yeah. We talk a lot about self-love, independence as a woman. But when it comes to a relationship, what is something that a female should get the kind of support from their partner? That is a must in their mental well-being. What should be that kind of factors that they should look for? അഗെയിൻ മസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിത്തിരി പാടുവരും. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അത് കറക്റ്റ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, കറക്റ്റ്. ഇന്ന് വാലൻറ്റൈൻസ് ഡേ, എൻ്റെ പാർട്ട്ണർ ഇന്ന് ഫ്ലവറുമായിട്ട് വരണം. മേ ബി പുള്ളിക്ക് അറിയുണ്ടാവില്ല അതിനെക്കുറിച്ചിട്ട്. മേ ബി അവർക്ക് അതൊരിക്കലും ലൈഫിൽ എക്സ്പോഷർ ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. ഞാൻ വാലൻറ്റൈൻസ് ഡേ ചുമ്മാ തമാശ പറഞ്ഞാട്ടോ. പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ട് ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസാണ് കൂട്ടിമുട്ടാണ്ട് വരിക. ഇനീഷ്യലി എല്ലാ എക്സ്പെക്റ്റേഷൻസും കൂട്ടിമുട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹണിമൂൺ സ്റ്റേജ് മാറിക്കഴിഞ്ഞ് പ്ലേറ്റോ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും മിക്കവാറും റിയാലിറ്റീസ് വരുന്നത്. ഇത് ഞാൻ പറയണത് ഒരു ഇതിൽ പോകരുത്, പക്ഷേ അധികവും റിലേഷൻഷിപ്പ് വോയിഡ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ചെയ്യണത്. എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ ഇന്ന് കാണുന്ന ഒരിക്കലും ഒരു മാരേജ് ഒരു റൈറ്റ് പർപ്പസിൽ, വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് റിലേഷൻഷിപ്പ് ഐ തിങ്ക് യു മെൻറ്റ് കപ്പിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പം റിലേഷൻഷിപ്പ് പകുതി നമ്മൾ ചെയ്യുന്നത് വോയിഡ് ഫില്ല് ചെയ്യാൻ. പലപ്പോഴും പല കുട്ടികൾക്കും കല്യാണം കഴിക്കണ പ്രായം മറ്റുള്ളവർ പറയുമ്പോഴേ അറിയണം, അല്ലെങ്കിൽ പേരൻസ് പറയും അവരുടെ ഉത്തരവാദിത്വം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം. എല്ലാം ചെയ്യണത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ആർ യു റെഡി ഫോർ എ പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് വരുന്നത് ഐ ആം ഓക്കെ ഇൻ ദിസ്, നൗ ദ നെക്സ്റ്റ് തിങ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ. പക്ഷെ നമുക്ക് 99.9% മാരേജസും അങ്ങനെയല്ല. ഒന്നുകിൽ ഫിനാൻഷ്യലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് വരുന്നത്, പാർട്ട്ണർഷിപ്പ് വരുന്നത്. ഈ ഫില്ല് ചെയ്യേണ്ട പണി മറ്റേ പുള്ളിയുടെ അല്ല, പാർട്ട്ണറുടെ പണിയല്ല. അതാണായാലും പെണ്ണായാലും
നിങ്ങളുടെ വോയിഡ് ഫില്ല് ചെയ്യാനുള്ളവരല്ല പാർട്ട്ണർ. അത് നിങ്ങളുടെ വോയിഡ് ഫില്ല് ചെയ്യേണ്ട ചെറുപ്പത്തിൽ കിട്ടാത്ത. ഇപ്പോൾ പല വീട്ടിലും നമ്മൾ പെൺകുട്ടികളോട് പറയും കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ടൂർ കൊണ്ടുപോകുമെന്ന് പറയും, അല്ലെ ട്രാവലിങ് പുള്ളിയുടെ കൂടെ പോയാൽ മതി, പിന്നെ വേറെ വല്ലതും ചെയ്യാം, ഡ്രസ്സ് വേറെ വല്ലതും ഇടണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ആ പുള്ളിക്ക് ഡ്രസ്സേ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് ട്രാവലേ ഇഷ്ടമുണ്ടാവില്ല. കഴിഞ്ഞില്ലേ, ജീവിതം അവിടെ കഴിഞ്ഞു. പിന്നെ വലിച്ചു നീട്ടും. പിന്നെ ഈ ഒരു മാരേജ് അങ്ങ് മരിക്കണത് വരെ വലിക്കലാണ് പരിപാടി അടുത്തത്. ഇതൊക്കെയാണ് അധികം റിലേഷൻഷിപ്പിൽ നമ്മുടെ അടുത്ത് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മാരേജസ് ഈ ഒരു വോയിഡ് ഫില്ല് ചെയ്യാനല്ല കല്യാണം കഴിക്കുക. പല പേരൻസിനോടും പറയണത് നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി മക്കളെ കല്യാണം കഴിപ്പിക്കരുത്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ 9ാം മാസം കുട്ടി ഉണ്ടായില്ലെങ്കിൽ പേരൻസ് ഉള്ള നാട് മുഴുവൻ പോകും. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിൽ തീർക്കുക, മക്കളിൽ തീർക്കാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റേ എനിക്കുള്ളൂ. ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 ഗ്രോൺ അപ്പ് ചിൽഡ്രനാണ്. ദ സെയിം തിങ് ഐ ട്രൈ ടു ഡു. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമല്ല, അവരുടെ ജീവിതമാണ്. ഇഫ് ദേ ആർ നോട്ട് റെഡി ഫോർ മാരേജ്, ലീവ് ദം. വെറുതെ 2 പേരെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കി തെറാപ്പിസ്റ്റ് സുഖം കേട്ടോ, നമ്മളെപ്പോലെയുള്ളവർക്ക് കോളാണ്. പക്ഷേ ജീവിതം നമുക്ക് സങ്കടവും വരും ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ. അപ്പം ഇതൊരു ബേസിക് ഇതാണ്, വോയിഡ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. എക്സ്പെക്റ്റേഷൻസ് നമ്മുടെയാണ്, സപ്പോർട്ട് ചെയ്യുക, കിട്ടുകയാണെങ്കിൽ ഭാഗ്യം, ബോണസാണ്. ബട്ട് ട്രൈ ടു ഫൈൻഡ് ആ വോയിഡ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 100% other partner cannot do. If I want to go for a movie and my husband doesn't like a movie, don't wait for him. You step out. Go for the movie. Correct. But then no, I need him. ഈ 3 മണിക്കൂർ ആ പുള്ളിയെ ഇരുന്നിട്ട് നമ്മൾ വധിക്കാനാണ്. ഇതാണ് അധികം റിലേഷൻഷിപ്പിൽ വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, പക്ഷേ എൻ്റെ പാർട്ട്ണർക്ക് അതിന് പറ്റില്ല. സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അടുത്ത അംഗം വെട്ടാണ്. Expectations. Correct. Expectations, that's the only thing. Every relationship, the expectations at the Doctor, just you will end up തെറ്റെന്നല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ അതിന് അങ്ങനെ എടുക്കരുത്. അതായിരിക്കാം ശരി, ഓരോരുത്തർക്ക് പറ്റില്ലെങ്കിൽ ചെയ്യുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഫയർ പോയി ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം. when I talk to people, they say that ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, എനിക്കിതിന് ശേഷം എൻ്റെ ഫയർ പോയി, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് പോയി, ഐ എം നോ മോർ ലൈക്ക് മൈ സെൽഫ്. Why would they say that? Because I cannot relate to that, because I found my passion later of my life. I'm doing that, so I don't know what it means when most of the people, when we see your Facebook post ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ അല്ലായിരുന്നു, I want to go back to my this. Why is that? Should we change for anyone? Like അതെങ്ങനെ മനസ്സിലാക്കുക ഇപ്പോഴത്തെ കുട്ടികളെ, that we don't have to change? നമുക്ക് how is that possible? ഒരിക്കലും ഒരാളെ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല, അണ്ടിൽ അൺലെസ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് വരെ. അവരുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരണം, എനിക്കിത് പോരാ. അല്ലാണ്ട് നമ്മൾ ആരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ലൈക്ക് എനിക്കിത് വേണ്ടെങ്കിലോ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. പിന്നെ ചിലർക്ക് അതൊരു സുഖമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൈക്ക് ഒരു വിക്ടിം റോള്. എൻ്റെ ജീവിതം പോയി, അല്ലെ എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇനി ഇതൊരു വിക്ടിം റോൾ. അവിടെ ഒരു അറ്റൻഷനാണ് കിട്ടുക, കിട്ടുള്ളൂ. പിന്നെ പലരും പറയേണ്ടത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട്, ഈ പാർട്ട്ണർ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒക്കെ, അഗൈൻ ബ്ലെയിമിങ്. ഇവിടെയൊക്കെ നമുക്കൊരു അറ്റൻഷനേ കിട്ടുള്ളൂ നമ്മളെ സംബന്ധിച്ചിട്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദറ്റ് യു വാണ്ട്? അതവർക്ക് അറിയണ്ടാവില്ല. ദേ ഡോണ്ട് നോ വാട്ട് ദേ നീഡ്. പലപ്പോഴും പേടികളായിരിക്കാം, മറ്റുള്ളവരെ പേടി, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, സൊസൈറ്റി. നിങ്ങൾക്ക് ആദ്യം എന്ത് വേണമെന്നൊരു തീരുമാനം. ദിസ് ഈസ് മൈ ലൈഫ്, കറക്റ്റ്. ആസ് യു സെഡ് ഇൻ ദ ബിഗിനിങ്, നോ വൺ എൽസ് ക്യാൻ ലിവ് അവർ ലൈഫ്. എൻ്റെ ജീവിതം എനിക്കേ ജീവിക്കാൻ പറ്റുള്ളൂ, മറ്റാർക്കും എൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഫോർ മീ ടു ലിവ് ദിസ് ലൈഫ്, കറക്റ്റ്. ഞാൻ കുറച്ച് നാൾ വെൻറ്റിലേറ്ററിൽ കിടന്നൊരു സ്ത്രീയാണ്. വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഗിൽറ്റ് വരാതിരിക്കുക എന്ന് ഞാൻ തമാശയായിട്ട് പലരോടും പറയും. വെൻ യു ആർ ഇൻ എ വെൻറ്റിലേറ്റർ, ഗിൽറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ എനിക്കത് ചെയ്യായിരുന്നു, എനിക്കിത് ചെയ്യായിരുന്നു. സോ എവറി ടൈം യു തിങ്ക്, ഈ ഡെത്ത് എന്നൊന്നും പറയേണ്ടത് അങ്ങോട്ട് ദൂരെയൊന്നുമല്ല, എപ്പോഴും നമ്മുടെ കൂടെ തന്നെയൊക്കെ ഉണ്ടാവും. നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് എത്ര പ്ലാൻ ചെയ്താലും നമ്മുടെയൊക്കെ ജീവിതം എവിടെ കൊണ്ട് തീരും എന്നറിയില്ല. ടിൽ ദാറ്റ് മൊമെൻറ്റ് യു നീഡ് ടു ലീവ് യുവർ ലൈഫ്. തമാശയായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസാണ്, വെൻറ്റിലേറ്ററിൽ കിടക്കണ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ എന്തായാലും കിടന്നതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്തിട്ട് പെരുമാറുന്നത്. ആ സമയത്ത് കുറ്റബോധങ്ങളേ ഉള്ളൂ. ഇനി ഒരിക്കലും ലോകം കാണാൻ പറ്റില്ല, 2 മാസം കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് എൻ്റെ ഡിക്ലെയർ ചെയ്താണ്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് വിചാരിച്ചു, ദൈവമേ 2 മാസം ഞാൻ ഈ കിടപ്പോ, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ബട്ട് ദിസ് ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്.
Every opportunities you make the best of it. If anyone wants to change, sorry, I have to put that in quote. If you want to change, എത്രയോ എക്സസൈസ് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, യുനോ നമ്മളുടെ ലൈഫിൽ എന്തുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ഇരിക്കുമ്പം കാലില്ലാത്ത ഒരാളുടെ വിഷമം എന്താണെന്ന് നമുക്കറിയില്ല, കണ്ണില്ലാത്ത ഒരാളുടെ വിഷമം എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്രയോ പേര് ഈ സമയത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എത്രയോ പേര് ഹോസ്പിറ്റലിൽ ലൈഫ് ആൻഡ് ഡെത്തിനിടെ കിടപ്പുണ്ട്. നമുക്ക് എന്താണ് കുറവ്? We have everything at this moment. Still are we using it? Then it's your choice. Then it is your choice. So what is that you want? The question is simple. As long as, അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇന്നാൾ പറഞ്ഞു, മലയാളികളെ കളിയാക്കി പറയും, ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കട്ടൻ മാറ്റിയിട്ട് എല്ലായിടത്തും പോയി, അവിടെ എല്ലാ വീടുകളിലും പോയി, കുഴപ്പമില്ലെന്ന് പറയും. കുഴപ്പമില്ലെങ്കിൽ ഇറ്റ് ഈസ് അപ് ടു യു. പക്ഷെ കുഴപ്പമുണ്ടാവണം അല്ലേ? ഐ ഷുഡ് തിങ്ക് ഞാൻ ടാക്സ് കൊടുക്കണതാണ്, ഞാൻ വോട്ട് ചെയ്യുന്നതാണ്, why I should be in the darkness. That why should come from you. Why? Then the solution will come. If my question is why, then I will find out options. ഞാൻ ചിലപ്പോൾ ഇൻവെർട്ടർ വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറ്റേ എന്താ പറയുക സോളാർ കൊണ്ട് വെക്കും, ബിക്കോസ് ഇറ്റ്സ് മൈ ചോയ്സ്. ബട്ട് എനിക്ക് വേറൊരു വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റില്ലേ, നിങ്ങൾ ഇരിക്കരുത് ഇരുട്ടത്ത്, നിങ്ങൾ ലൈറ്റിലിരിക്കണം. ഹൂ ആം ഐ ടു സേ ദാറ്റ്? So that why question is important in every aspects of the life. Ask why. That's a really important message, Doctor. I mean, I could totally relate to many of these aspects which you're talking to. എൻ്റെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ my session timing is so short, but I feel like I'm leaving a thread here so that we can take it much forward